പോകുന്നത് കോട്ടയം കുമളി പാതയിലെ മുറിഞ്ഞുമുഴയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ 2 കവാടങ്ങൾ കാണും. അതിലൊന്ന് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലോട്ടുള്ളതും ഒന്ന് നമ്മുടെ മരിയൻ കുരിശുമലയിലേക്കുമുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. നമുക്ക് പാഞ്ചാലിമേടിലോട്ട് പോകാറുണ്ട്. ഞാനും കുട്ടികളും കിഴങ്ങോട്ടനും അപ്പുപോലും ദൃശ്യങ്ങളും ഞാൻ എത്ര പേരോടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു കൽമണ്ഡപമാണ്. അവിടെ നമ്മുടെ എൻട്രി പാസിനുള്ള ഒരു കൗണ്ടറാണ്. കുട്ടികൾക്ക് 10 രൂപ, മുതിർന്നവർക്ക് 20 രൂപ, പിന്നെ ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ ആയിട്ട് എക്സ്ട്രാ ചാർജ്. അങ്ങനെയാണ് അതിൻ്റെ റേറ്റിങ്. മുമ്പ് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. 2018 ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ളത്. മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 2018 മുന്നാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അന്ന് ഇതെല്ലാം പുൽമേടുകളായിരുന്നു. കുറച്ചും കൂടെ വാഹനം ഉള്ളിൽ പോകുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അതൊരു വെസ്റ്റേൺ ഫുഡ് പ്രോഡക്റ്റാണ്. 60 രൂപയാണ്. നല്ല ഉപ്പും എരിവുകളും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പേര് ടാർഗോസ് കറിയാണോ കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. വനവാസകാലത്ത് പാണ്ഡവരും അവരുടെ പത്നിയായ പാഞ്ചാലി ഇവിടെ താമസിച്ചിരുന്നുവെന്നും അതിനാലാണ് ഈ പ്രദേശത്തെ പാഞ്ചാലിമേട് എന്നുള്ള പേര് വന്നതെന്നാണ് ഐതിഹ്യം. അത് നമ്മൾ ഈ കാണുന്ന സ്ഥലമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം പുൽമേടുകളായിരുന്നു. പിന്നെ 2015 ഇത് ഓപ്പൺ ആയത്. 2017-16 സമയത്തൊക്കെ ഞങ്ങളിവിടെ വന്ന സമയത്ത് പുൽമേടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, നല്ല ഗൈഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ല സേഫാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടിന്, അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും ഒന്നും ഇവിടെ വരണം. ഒരുപാട് വികസനങ്ങളൊക്കെ നടന്നതാണ് നമ്മളിപ്പോൾ ഈ പാഞ്ചാലിമേടിൽ. ഇനിയും 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ വികസന പരിപാടികൾ നടന്നത് ഇരിക്കാനായിട്ട്, വിശ്രമിക്കാനായിട്ടുള്ള ബെഞ്ചുകൾ, അതുപോലെ തന്നെ കൽമണ്ഡപങ്ങൾ ഒരു 3-4 ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. താഴെ കയറി വരുമ്പോൾ തന്നെ കടകളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് ഇതിനകത്തൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അവിടെ ഐസ്ക്രീമും നമ്മുടെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പിന്നെ ലേഡീസിനൊക്കെ ആയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജെൻസിന് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അതിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. കല്ല് വിരിച്ച ഈ പാതയൊക്കെ പുതിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാതയുടെ വലത് സൈഡിലോട്ടാണ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലോട്ടുള്ള വഴി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെയുള്ള 2 കുന്നിൽ ഒരു കുന്നിൽ കുരിശുമലയെ കരുതി വിശ്വാസികൾ ആരാധന നടത്താൻ എത്താറുണ്ട്. മറ്റേ കുന്നിൽ നമ്മുടെ ഭുവനേശ്വരി ശിവക്ഷേത്രമാണ്. ഇത് ഈ 2ലും ഉത്സവവും അതുപോലെ തന്നെ ദുഃഖവെള്ളിയും മറ്റും വരുമ്പോൾ 2 മതക്കാരും അങ്ങോട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മതസൗഹാർദ്ദ ഏരിയയാണിത്. ഇതിൻ്റെ താഴെയാണ് 2ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 കൽമണ്ഡപങ്ങളുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു പുതുമയാണത്. നല്ല കാറ്റാണ്. ആ ചൂട് കാലാവസ്ഥയിൽ
തണുപ്പിലോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു നമുക്ക് ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു കുളിർമയുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു പ്രത്യേക ഉന്മേഷവും എനർജിയൊക്കെ കാലാവസ്ഥയിലോട്ട് വന്നപ്പോൾ. കനപ്പനാണ് കൈവിട്ട് ഓടുക ഓട്ടോ. മൺസൂൺ സമയത്താണ് കൂടുതൽ നമുക്ക് ഈ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ. ഇപ്പം കുറച്ച് ചൂടുള്ള, ഞങ്ങളിപ്പോൾ 2:30-3 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ വന്നത്. ഈ താഴെ കാണുന്ന സ്ഥലത്താണ് പാഞ്ചാലി കുളമൊക്കെ ഉള്ളത്. പാഞ്ചാലി കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭീമൻ പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളമാണ് പാഞ്ചാലി കുളം എന്നറിയപ്പെടുന്നത്. ഒരിക്കലും വറ്റത്തില്ല ആ കുളം. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ നമ്മൾ മല കയറി വന്നിരിക്കുകയാണ്. ഈ മലയുടെ ഭാഗത്തുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ഇടുക്കിയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് തേക്കടി, മൂന്നാർ, മുല്ലപ്പെരിയാർ എന്നീ സ്ഥലങ്ങളൊക്കെയാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലുള്ളവർക്കും അതുപോലെ സമീപ പ്രദേശത്തുള്ളവർക്കൊക്കെയാണ് ഈ സ്ഥലം കൂടുതൽ അറിയുന്നത്. വടക്ക് തെക്കൊക്കെ ഉള്ള ആളുകൾക്കൊന്നും അധികം ഈ പ്രദേശത്തെ പറ്റി കൂടുതൽ അറിയില്ല. ഈ വേലിനാട്ടിൽ അന്ന് ഓരോ പാതകളും പണ്ടവന്മാർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇതിൻ്റെ മേലിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ ഇടുക്കി ജില്ലയിലെ പീരുമേട്, കുട്ടിക്കാനം ആ ഭാഗവും, അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോട്ടയം, ആലപ്പുഴ ഒക്കെയാണ് കാണുന്നത്. ശബരിമലയിലെ പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വ്യക്തമായി കാണുന്ന, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ആ സമയത്ത് സമീപ പ്രദേശവാസികളൊക്കെ ഈ പാഞ്ചാലിമേലിലോട്ട് എത്തുന്നൊരു സ്ഥലമാണിത്. മുട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് തിരിച്ചു മടങ്ങുകയാണ്. ഇതിന് താഴെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. 2ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാഞ്ചാലി കുളം നവീകരണം, അതുപോലെ തന്നെ ചെക്ക് ഡാം, പെഡൽ ബോട്ടിങ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, സൈക്ലിങ്, പിന്നെ അതുപോലെ അഡ്വഞ്ചർ സോണ്, അങ്ങനെ പല വികസനങ്ങളാണ് ടൂറിസം മുമ്പോട്ട് വച്ചിരിക്കുന്ന പദ്ധതികൾ. മുട്ടക്കുന്ന് വരെയുള്ള റോഡ് സൗകര്യം, അത് കഴിഞ്ഞാൽ പിന്നെ 1/2 കിലോമീറ്റർ ഒറ്റയടി നടപ്പാതയാണിത്. ഇതിൻ്റെ മേലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ 6 മുതൽ 6:30 വരെയാണ് ഇതിൻ്റെ എൻട്രി ടൈം. കൂടുതലും നമ്മൾ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഈവനിങ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം വേണം വരാനായിട്ട്. ഈ പുൽമേട് പ്രദേശവാസികളുടെ ഒരു സ്ഥിരം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വാരാന്ത്യത്തിലൊക്കെ ഒന്ന് മനസ്സ് തുറന്നൊന്ന് കറങ്ങാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. താഴെ ഇത് ക്ഷീണിച്ച് വന്ന് ഫസ്റ്റ് തന്നെ വീട്ടിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചു. ബാക്കിയുള്ളവർക്ക് അമ്മൂട്ടിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. കണ്ടപ്പോൾ പോപ്കോണൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. തണുത്ത കാറ്റും തണുത്ത ഐസ്ക്രീം. അങ്ങനെ പാഞ്ചാലിമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടെ സെലക്ട് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.